ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഹരി ശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യേ നമഃ. മംഗളാചരണം. സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവര്യായ യതിരാജായതേ നമഃ. അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ മുഖത്തെപ്പറ്റി വർണ്ണിച്ചു, അമ്മയുടെ വായയെപ്പറ്റി വർണ്ണിച്ചു, നാവിനെ പറ്റി വർണ്ണിച്ചു, അമ്മ സംഗീതം ആസ്വദിക്കുന്നതിനെ പറ്റിയും വർണ്ണിച്ചു. ഇനി 67ാമത്തെ ശ്ലോകം. കരാഗ്രേണ സ്പൃഷ്ടം തുഹിനഗിരിണാവസ്തലതയാ ഗിരീശോനേദോദസ്തം മുഹുരധരപാനാകുലതയാ കരഗ്രാഹ്യം ശംഭോർമുഖമുകുരവൃന്ദം ഗിരിസുതേ കഥം കാരം ഭ്രോമ തവ ചിവുകമൗഭമ്യരഹിതം. കരാഗ്രേണ സ്പൃഷ്ടം തുഹിനഗിരിണാ വസ്തലതയാ ഗിരീശേനഃ ഉദസ്തം മുഹുഃ അധരപാനാകുലതയാ കരഗ്രാഹ്യം ശംഭോഃ മുഖമുകുരവൃന്ദം ഗിരിസുതേ കഥങ്കാരം ഭ്രൂമഃ തവ ചിബുക ഔഭമ്യരഹിതം. ഹേ ഗിരിസുതേ, അല്ലയോ പാർവതീദേവി, തുഹിനഗിരിണാ പിതാവായ ഹിമവാനാൽ വത്സലതയാ വാത്സല്യം ഹേതുവായിട്ട് കരാഗ്രേണ കരാഗ്രത്താൽ സ്പൃഷ്ടം സ്പർശിക്കപ്പെട്ടതായും, അതായത് തലോടപ്പെട്ടതായും, ഗിരീശേന പരമശിവനാൽ അധരപാനാകുലതയാ അധരപാനത്തിലുള്ള ഔത്സുക്യം ഹേതുവായിട്ട് മുഹുഹു പിന്നെയും പിന്നെയും ഉദസ്തം ഉയർത്തപ്പെട്ടതായും, ശംഭോഹോ പരമശിവന്റെ കരഗ്രാഹ്യം കൈകൊണ്ട് പിടിക്കത്തക്കതായും, മുകുരവൃന്ദം മുഖമാകുന്ന കണ്ണാടിയുടെ പിടിപോലെ ഇരിക്കുന്നതായും, ഔഭമ്യരഹിതം സാദൃശ്യമില്ലാത്തതുമായിരിക്കുന്ന തവ നിന്തിരുവടിയുടെ ചുബുകം താടിയെ കഥങ്കാരം ഏതൊരു പ്രകാരം ഭ്രൂമഹ വർണ്ണിക്കാൻ പറ്റും? അത്രയും മനോഹരമാണ് ഭഗവതിയുടെ താടി. മുഖത്തെപ്പറ്റി വർണ്ണിച്ചു, സംഗീതത്തെപ്പറ്റി വർണ്ണിച്ചു, അമ്മ ആസ്വദിക്കുന്നതിനെ പറ്റി വർണ്ണിച്ചു, താമ്പൂലം ഭഗവാന്മാർക്ക് കൊടുക്കുന്നതിനെ പറ്റി വർണ്ണിച്ചു. ഇനി അമ്മയുടെ ആ താടിയെ പറ്റിയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അല്ലയോ പർവ്വതപുത്രിയായ ദേവി, പർവ്വതരാജാവായ ഹിമവാനാൽ വാത്സല്യ ഹേതുവായിട്ട് തലോടപ്പെട്ട്, ഭഗവാൻ പിതാക്കന്മാർ മക്കളെ തലോടും, അതുപോലെ തലോടപ്പെട്ടതായും ഹിമവാൻ അച്ഛനാൽ തലോടപ്പെട്ടതായും, അധരപാനാസക്തി നിമിത്തം പരമശിവനാൽ വീണ്ടും വീണ്ടും ഉയർത്തപ്പെട്ടതായും, പരമശിവൻ അധരപാനം ചുംബിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്തെ ഭഗവതിയുടെ താടി വീണ്ടും വീണ്ടും ഉയർത്തപ്പെട്ടതായും, അതായത് പരമശിവസ്വാമിയുടെ കരങ്ങളാൽ പിടിക്കത്തക്കതായും, തിരുമുഖമാകുന്ന കണ്ണാടിയുടെ പിടിപോലെ ഇരിക്കുന്ന, തിരുമുഖം കണ്ണാടിയാണെങ്കിൽ അതിൻ്റെ പിടിപോലെ ഇരിക്കുന്നതുമായ, സദൃശ വസ്തുവില്ലാത്തതുമായ, അതിനെ ഉപമിക്കാൻ പറ്റി മറ്റൊരു വസ്തുവില്ല, അങ്ങനെയുള്ള നിന്തിരുവടിയുടെ താടിയെ അടിയങ്ങൾ എങ്ങനെ വർണ്ണിക്കുന്നു? നമ്മളെ ഭഗവതിയുടെ താടിയെ വർണ്ണിക്കുകയാണ്. ഇങ്ങനെ നമുക്ക് വർണ്ണിക്കാൻ പറ്റും? അതിന് സദൃശമായിട്ട് മറ്റൊരു വസ്തു ഇല്ല തന്നെ. അതാണ് ഇവിടെ പറയുന്നത്. അമ്മയുടെ താടിയെപ്പറ്റി വർണ്ണിച്ചു. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. കായേന വാചാ മനസേന്ദ്രിയർവ്യാം ബുദ്ധ്യാത്മനാ വാം പ്രകൃതേ സ്വഭാവാൻ കരോമി അദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ശ്രീ മഹാദേവ്യേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം.